ഹായ് ഫ്രണ്ട്സ്, ഫഹു ക്യാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. തായിഫിൻ്റെ പുതിയ യാത്രയിലാണ്, പുതിയ വഴികൾ തേടിയുള്ള യാത്രയാണ്. മക്കയിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലമാണ് ഇതുള്ളത്. ഒരു മലപ്രദേശമാണ്. അവിടെ വാദിയായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എൻ്റെ ഈ ബാക്ക് സൈഡിൽ നിന്ന് കാണാം. അപ്പം നമ്മളെ സുഹൃത്തുക്കളായിട്ട് ഒപ്പം വന്നതാണ്. ഇവിടെ ഇടയ്ക്ക് മഴ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ മഴ ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ നല്ല വെള്ളച്ചാട്ടം ഉണ്ടാവും. ഇത്ര ഹൈറ്റിൽ ഒരു മല കിടക്കുകയാണ്, കണ്ടോ? ആ ഹൈറ്റിലുള്ള ആ മലൻ്റെ മുകളിൽ നിന്ന് ആ മറ്റു മലകളുടെ ഇടയിൽ കൂടെ മഴവെള്ളം വരികയാണ്. അപ്പോൾ നമ്മൾ ഡ്രോൺ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അൺബോക്സിങ് ചെയ്തപ്പോൾ പിന്നെ ഡിജിൻ്റെ മാവിക് 2 ആണിത്. അതാ സ്റ്റാർട്ട് ചെയ്തു. ഡേഞ്ചർ ഏരിയയാണ്. എപ്പോൾ മഴ പെയ്താലും നല്ല വെള്ളം വരുന്ന ഏരിയയാണ്. ഇവരിവിടെ തേൻകൂട് അവിടെ ഉണ്ടാക്കിയിട്ട് തേനീച്ചകളെ ഇങ്ങോട്ട് ഫ്രീ ആക്കുകയാണ്. ഇതുമേലൊക്കെ പൂക്കളുണ്ട് ഈ മരത്തുമേൽ. ഇത് ഏത് മരമാണെന്ന് അറിയില്ല, ഒരു മുള്ളുള്ള മരമാണ്. അതുപോലെ അതുമേലൊക്കെ തേനീച്ചകളുണ്ട്. ഇവിടെ സൗദി അറേബ്യയിൽ പല സ്ഥലങ്ങളിലും മരുഭൂമി ഈ ഏരിയകളിലൊക്കെ ഇങ്ങനത്തെ മരങ്ങൾ ഉണ്ടാവും. എന്നിട്ട് അവിടെ അവർ തേനിൻ്റെ കൂട് വെച്ചിട്ട് തേനീച്ചനെ ഫ്രീ ആക്കി വിടുകയാണ്. സംഭവം ഏരിയ പൊളി സ്ഥലം കേട്ടോ. ഇത് ബാച്ചിലേഴ്സിനെ ഇങ്ങോട്ട് പോരാൻ കഴിയുള്ളൂ, ഫാമിലി ആയിട്ട് പോരാൻ പ്രയാസമാണ്. ഹൈക്കിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ത്രില്ലിങ് ആയിരിക്കും ഇത് സ്ഥലം. ഈ മലൻ്റെ കണ്ടോ, ഈ പാറൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നു പോകണം. താഴെ അവിടുന്ന് ഇങ്ങോട്ട് വരികയാണ്. വന്നു ഇതിൻ്റെ മുകളിൽ കയറണമെന്നുണ്ട്. നോക്കാം, ശ്രമിക്കാം. അപ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിൽ തിരിച്ച് വേറൊരു ലൊക്കേഷൻ കിട്ടി, പുതിയൊരു ഏരിയ. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. നല്ല രസമായിട്ടുണ്ട്. ഓഫ് റോഡാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് റോഡാണ്. ഓഫ് റോഡ് എക്സ്പീരിയൻസ് നല്ലോണം കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ നല്ലൊരു ക്ലൈമാറ്റ് അല്ലേ? ഇവിടെ ഈ നാട്ടുകാരായിട്ട് അറബ്സാണ് കുറേ കൂടുതലായിട്ടുള്ളത്. നമ്മൾ ആ പോയ ഏരിയയിൽ കൂടുതൽ ആളില്ലായിരുന്നു. ഇവിടെ കണ്ടില്ലേ ബാക്കിൽ കുറേ കാറുകൾ. ഈ ഏരിയയിൽ കുളിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം. ചെറുതായിട്ടുള്ള വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ നല്ല വെള്ളമുണ്ട് കേട്ടോ. കുളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, നല്ല രസമുണ്ട്. കാഴ്ചകൾ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അല്ല, ഇത് നമ്മൾ മുകളിലോട്ട് പോകും തോറും സ്ഥലത്തിൻ്റെ സൗന്ദര്യം കൂടി വരും അല്ലേ? അടുത്ത കാഴ്ച ഉണ്ടോ ആ വെള്ളച്ചാട്ടം? ഇത് ലാസ്റ്റാണ്. ഇതിന് മുകളിൽ വലിയൊരു തടാകം ഉണ്ട് തോന്നുന്നു. ഇവർ മക്ക ഹൈക്കിങ്ങിൻ്റെ ടീമാണ്. ഇത് ഹൈക്കിങ്ങിന് പറ്റിയ സ്ഥലം തന്നെയാണ്. അങ്ങനത്തെ ഒരു കാഴ്ച ഇവിടുന്ന് കാണുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിനോട് യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ്. കരീംഭായി മുന്നോട്ട് പോയി. വളരെ സന്തോഷം. നല്ല തണുത്ത വെള്ളവും അതുപോലെ നല്ലൊരു കാലാവസ്ഥ. ഈ സ്ഥലം ഒന്ന് വന്ന് കാണാനുമാണ്.
Ya salam Karim bhai. Ya salam. Ra. ഈ ഡെസേർട്ട് യാത്രയും അതുപോലെ തന്നെ ഈ വാദി ആ വെള്ളത്തിൽ പോയി ചാടിയതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. ഈ ഏരിയയിൽ മസ്റ്റായിട്ട് നമ്മൾ വരണം, മലയാളികൾ പ്രത്യേകിച്ച് വരണം. എന്താ വെച്ചാൽ ഈ ഹൈക്കിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മലയാളികൾ എന്നാണ് പൊതുവെ ഉള്ള ഒരു ധാരണ. അത് നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണം. അപ്പോൾ ഇങ്ങോട്ട് വരന്നെ വേണം. ഇത് തായിഫിൻ്റെയും മക്കേൻ്റെയും ഇടയിലാണ്, 50 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.